ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സന്ദേശമറിയിച്ച് നാടും നഗരവും ചുറ്റി ക്രിസ്തുമസ് കരോളും ചലിക്കുന്ന പുൽക്കൂടും. മഞ്ഞുപെയ്യുന്ന ഡിസംബറിന് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയുടെ നേതൃത്വത്തിലാണ് കരോൾ സംഗീതം പൊഴിക്കുന്ന രാവുകളാക്കി മാറ്റുന്നത്. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. ക്രിസ്തുമസ് കരോളിൽ പ്രധാന ആകർഷണം സാന്താക്ലോസ് എന്ന ക്രിസ്തുമസ് പപ്പ തന്നെയാണ്. മുഖംമൂടി ധരിച്ച് കയ്യിൽ ബലൂണുകൾ കെട്ടിയ സ്റ്റിക്കേന്തി കുടവയറുമായി എത്തുന്ന സാന്താക്ലോസ് അപ്പൂപ്പനെ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. മധുര പലഹാരം നൽകി ക്രിസ്തുമസ് മംഗളം നേർന്നെത്തുന്ന അപ്പൂപ്പനൊപ്പം ഡ്രമ്മുകളിൽ കൊട്ടി തകർക്കുന്നവരും ഗായകരും ഇവർക്കൊപ്പം നൃത്തം ചവിട്ടുന്ന സംഘവും ഡിസംബർ രാവുകൾക്ക് നിറം പകരുകയാണ്. തിരുപ്പിറവിയുടെ സന്ദേശം ഭവനങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിലൂടെയുമുള്ള ക്രിസ്തുമസ് കരോൾ തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ് പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇതിനകം പര്യടനം നടന്നു വരികയാണ്. യുവതീ യുവാക്കളും കൗമാരപ്രായക്കാരുമുള്ള സംഘങ്ങളാണ് കരോളുകളിൽ മിക്കയിടങ്ങളിലും സജീവമായിട്ടുള്ളത്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയുടെ നേതൃത്വത്തിൽ ഇത്തവണ കരോളിനൊപ്പം ഉണ്ണീശോയെ കയ്യിലേന്തിയ യൗസേപ്പും മേരിയും മാലാഖമാരും ഉൾപ്പെടുന്ന ചലിക്കുന്ന പുൽക്കൂടും സംഘത്തിൽ ഉൾപ്പെടുന്നു. സെന്റ് പോൾസ് ഇടവക വികാരി ഫാദർ മാത്യു തൈക്കൽ തൃക്കരിപ്പൂർ പള്ളി അങ്കണത്തിൽ കരോൾ ആശീർവദിച്ചു. വിവിധ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കരോളിന് നേതൃത്വം നൽകി വരുന്നത്. ക്രിസ്തുമസ് സന്ദേശം നൽകി വരുന്ന കരോൾ പര്യടനം ഡിസംബർ 23-ന് സമാപിക്കും. 24-നാണ് പാതിരാ കുർബാനയും ക്രിസ്തുമസ് ആഘോഷ പരിപാടികളും പള്ളിയിൽ നടക്കുക. ഉറുമിസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.